ഹായ് ഫ്രണ്ട്സ്, ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയ മുന്തിരി വൈൻ എല്ലാം തീർന്നു. അപ്പോഴേക്കും അടുത്തിനി മുന്തിരി വൈൻ ഇടാനായിട്ട് നല്ല പാടാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചപ്പോഴാണ് പൈനാപ്പിൾ വൈൻ ഉണ്ടാക്കുന്നത് തീരുമാനിക്കുന്നത് കേട്ടോ. 1 കിലോയുടെ ഒരു പൈനാപ്പിൾ വാങ്ങിയിട്ടുണ്ട്. മുന്തിരി വൈൻ ഇട്ട പോലെ തന്നെ ഇതും ഒന്ന് ഇട്ട് നോക്കാം, സക്സസ് ആകുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ആദ്യം ചെയ്യേണ്ടത് പൈനാപ്പിളിൻ്റെ തൊലിയെല്ലാം നല്ല രീതിയിൽ കളഞ്ഞതിന് ശേഷം കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് പൈനാപ്പിളിനെ ഒന്ന് അരിഞ്ഞെടുക്കാം. മുഴുവനായിട്ടും പൈനാപ്പിൾ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ മുന്തിരി വൈൻ ഇട്ട അതേ സെയിം ജാറിൽ തന്നെയാണ് പൈനാപ്പിൾ വൈൻ ഇടാനായിട്ട് പോകുന്നത്. ചെറുതായിട്ട് അരിഞ്ഞു വെച്ച പൈനാപ്പിൾ പീസസ് എല്ലാം ആദ്യം പകുതി അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം മുന്തിരി വൈൻ ഇടാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച അതേ സെയിം ക്വാണ്ടിറ്റി തന്നെയാണ് പൈനാപ്പിൾ വൈൻ ഉണ്ടാക്കാനും ഉപയോഗിക്കുന്നത് കേട്ടോ. 1 കിലോ പൈനാപ്പിൾ ആണിത്. 750 ഗ്രാം പഞ്ചസാര മൊത്തത്തിൽ ഇതിലേക്ക് ആഡ് ചെയ്യണം. കുറച്ച് ആദ്യം ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ ഉപയോഗിച്ച പോലെ സ്പൈസസ്, പട്ട, ഏലക്ക ചതച്ചത്, ഗ്രാമ്പ് കുറച്ച് ഇത്ര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തതിന് ശേഷം ഈർപ്പം തൊടാത്ത നല്ല തവി ഉപയോഗിച്ച് നമുക്കിതിനെ മിക്സ് ചെയ്ത് കൊടുക്കണം. സെയിം മുന്തിരി ചെയ്ത അതേ പ്രോസസ്സാണ് കേട്ടോ ഇതിലും ചെയ്യുന്നത്. അപ്പോൾ നല്ല രീതിയിൽ കുഞ്ഞു പീസസ് ആയിട്ട് ഇട്ടത് കൊണ്ട് തന്നെ പെട്ടെന്ന് പഞ്ചസാരയായിട്ട് ഇത് മിക്സായി കിട്ടും. ബാക്കിയുള്ള പൈനാപ്പിളോടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വൈനിൽ പ്രധാനിയായിട്ടുള്ള ഈസ്റ്റ് കുറച്ചാണ് ഇടുന്നത്. 1 കിലോയിലേ ഉള്ളൂ. അപ്പോൾ കുറച്ച് ഈസ്റ്റ് ഇട്ടതിന് ശേഷം വീണ്ടും നല്ലവണ്ണം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയും കൂടെ പൈനാപ്പിളും പഞ്ചസാരയും ഈസ്റ്റും പട്ടയും ഗ്രാമ്പും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. അതിനുശേഷം നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഇതിലേക്ക് 1 കപ്പ് അളവിൽ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. വെള്ളം ഒഴിച്ചതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ആക്കിയതിന് ശേഷം നമ്മുടെ വൈൻ നമുക്ക് നന്നായിട്ട് മൂടി വയ്ക്കാം. അതിനായിട്ട് ആദ്യം ഒരു ചെറിയ പ്ലാസ്റ്റിക് കവർ എടുത്ത് അതിൻ്റെ വായ്ഭാഗത്ത് വെച്ചതിന് ശേഷം ഭരണിയുടെ അടപ്പ് വെച്ച് ക്ലോസ് ചെയ്തു. അതിൻ്റെ ശേഷം നല്ല വൃത്തിയുള്ളൊരു വെള്ള തുണി കൊണ്ട് നമുക്കിതിൻ്റെ പുറമൊന്ന് കെട്ടി എടുക്കണം. കാരണം ഇത് നന്നായിട്ട് അടഞ്ഞിരുന്നാൽ മാത്രമേ ഇതിനകത്തുള്ള പ്രോസസ്സ് എല്ലാം കറക്റ്റായിട്ട് നടക്കത്തുള്ളൂ. ആ പ്രോസസ്സിലൂടെയാണ് നമുക്ക് നല്ല വൈൻ കിട്ടുന്നത്. ഇങ്ങനെ കെട്ടിവെച്ചാൽ മാത്രം പോരാ, ഒന്നിടവിട്ട ദിവസങ്ങളിൽ മുന്തിരി വൈൻ ഇളക്കിയതുപോലെ ഇതിനെയും ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്താൽ മാത്രമേ നല്ല പ്രോസസ്സ് ഇതിനകത്ത് നടക്കത്തുള്ളൂ. അതുകൊണ്ട് നമുക്കിനി ഇടവിട്ട ദിവസങ്ങളിൽ ഇവനെ ഒന്ന് നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് മിക്സ് ചെയ്തുകൂടെ കൊടുക്കാം കേട്ടോ. ഇടയ്ക്കൊരു ദിവസം ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാൻ വേണ്ടി എടുത്തതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് അതിൻ്റെ കെട്ടൊക്കെ അഴിച്ച് ആ തുണിയൊക്കെ മാറ്റി അതിനെ ഒന്ന് തുറന്ന് നോക്കി മിക്സ് ചെയ്ത് വെക്കാം. ഇപ്പോൾ മിക്സ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഉപയോഗിക്കുന്ന തവി നല്ല ക്ലീനും ഉണങ്ങിയതുമായിരിക്കണം. ഒരു തുള്ളി ഈർപ്പം പോലും ഇല്ലാതെ വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തതായിരിക്കണം. അത് മാത്രമാണ് ഈ മിക്സിങ്ങിൻ്റെ സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും പഴയതുപോലെ ഇതിനെ മൂടി വെക്കാം കേട്ടോ. മൂടി ഇരുട്ട് ആയിട്ടുള്ള സ്ഥലത്ത്, വെളിച്ചം അധികം ഇല്ലാത്ത ഒരു സ്ഥലത്തേക്ക് വീണ്ടും ഇവനെ പതിയെ എടുത്ത് വെക്കാം കേട്ടോ. അപ്പം നമ്മുടെ വൈൻ 21 ദിവസം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. വൈനെ ഇനി പ്രത്യേകിച്ച് വേർതിരിച്ചെടുക്കണമല്ലോ. ആ ഒരു ചെറിയ പ്രോസസ്സിലേക്കാണ് കിടക്കുന്നത്. അപ്പോൾ എല്ലാം ഓപ്പൺ ആക്കി ഈർപ്പമില്ലാത്ത ഒരു വലിയ സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം.
നമ്മുടെ വൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏത് വൈനായാലും അത് വേർതിരിച്ചെടുക്കുന്നതിന് മുൻപ് അതിനുപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും നല്ലവണ്ണം വൃത്തിയാക്കി വെയിലത്ത് വെച്ച് ഉണക്കിയതായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കുറേശ്ശെയായിട്ട് നമ്മുടെ വൈനിനെ നമുക്ക് വേർതിരിച്ചെടുക്കാം. അതിനായിട്ട് ഉണക്കിയെടുത്തിട്ടുള്ള കോട്ടൺ തുണിയിലേക്ക് കുറേശ്ശെ ഈ മിശ്രിതം ഒഴിച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് അതിൻ്റെ ജ്യൂസ് വൈൻ നമുക്ക് പുറത്തെടുക്കാം കേട്ടോ. നമ്മുടെ പൈനാപ്പിൾ വൈൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് നല്ല യെല്ലോ കളറാണ് കേട്ടോ. ഒരു കളറും ചേർക്കാതെ തന്നെ നമുക്ക് നല്ല യെല്ലോ കളറായിട്ട് നല്ല സൂപ്പർ വൈൻ ഇതാ ഇവിടെ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്കിതിനെ ചില്ല് ബോട്ടിലാക്കാം കേട്ടോ. അതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനത്തെ ഗ്ലാസ് ബോട്ടിലുകളിൽ വൈൻ സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് മുൻപത്തെ ഹോർലിക്സും ബൂസ്റ്റൊക്കെ മുമ്പ് വന്നുകൊണ്ടിരുന്ന ഈ ഗ്ലാസ് ബോട്ടിൽസിലായിരുന്നു. ആ ബോട്ടിലാണ് കേട്ടോ ഞാൻ വൈന് സൂക്ഷിക്കാനായിട്ട് പോകുന്നത്. സൂക്ഷിക്കാൻ ഇത് കുറച്ച് ദിവസം ഇരിക്കത്തൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഇവിടെ എല്ലാവരും കുടിച്ചു തീർക്കും കേട്ടോ. ഒരു ബോട്ടിൽ വൈൻ ഫുള്ളായിട്ടുണ്ട്. അടുത്ത ബോട്ടിലൂടെ നമുക്ക് നിറച്ചെടുക്കാനായിട്ടുണ്ട്. 2 ബോട്ടിൽ പൈനാപ്പിൾ വൈൻ നമുക്ക് ക്രിസ്മസിലേക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുവരെയും നമ്മുടെ വൈൻ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ നമ്മുടെ വൈനെ ഒന്ന് ടേസ്റ്റ് ചെയ്തുകൂടെ നോക്കാം. നല്ല യെല്ലോ കളറായിട്ട് കിട്ടി കേട്ടോ. ഇത്രയും കളറ് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നല്ല കളറുണ്ട്. ഇനി ടേസ്റ്റ് ചെയ്തോടെ നോക്കാം. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ഒരു പൊടിക്ക് ഒരു ചെറിയ ചവർപ്പ് കൂടെ ഇതിനകത്ത് ടേസ്റ്റ് ഉണ്ട്. ഇങ്ങനെയാണോ എന്നറിയില്ല, എന്നാലും നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും അടുത്ത ക്രിസ്മസിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം കേട്ടോ. ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.